Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 5. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. 2 മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. കൗണ്ടറിൽ ഇരിക്കുകയായിരുന്ന തൃക്കോട്ടെ കൃഷ്ണേട്ടൻ മുഖമുയർത്തി നോക്കി. ആ, നീയായിരുന്നു. പൈസ പിടിച്ചിരുന്ന കൈ കൗണ്ടറിനകത്തേക്ക് നീട്ടിക്കൊണ്ട് ഗൗരി ചിരിച്ചു. ഒന്ന് അനന്തൻ പൂരം, പിന്നൊന്ന് സരോജിനി അശ്വതി അല്ലേ? അല്ല, അനന്തേട്ടനും പിന്നെ വൈശാഖി മകവും. എഴുതിക്കൊണ്ടിരുന്ന പേന റസീത്ത് ബുക്കിലേക്ക് വെച്ചിട്ട് കൃഷ്ണൻ നായർ ഗ്രില്ലിനിടയിൽ കൂടി അവളെ നോക്കി ആശ്ചര്യപ്പെട്ടു. ഇതാ ഹരിഹരന്റെ മോളല്ലേ, ആ ഒളിച്ചോടിപ്പോയ കുട്ടി? ഇതെന്താ പതിവില്ലാതെ ആ കുട്ടിക്ക് വേണ്ടി ഒരു പുഷ്പാഞ്ജലി, അതും അനന്തന്റെ ഒപ്പം? ഇനി അവനോടൊപ്പം ആണോ ആ കുട്ടി പോയിരിക്കുന്നേ? ഓർക്കാപ്പുറത്തുള്ള ചോദ്യം കേട്ട് ശ്രീഗൗരി നടുങ്ങിപ്പോയി. വിഷ്ണുവേട്ടന്റെ അലർച്ച കേട്ടപ്പോ നേർന്നു പോയതാ കുന്നുമേൽ മഹാദേവന് രണ്ടാളുടെയും പേരിൽ ഓരോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. അതിങ്ങനെ ഒരു വയ്യാവേലിയാകുമെന്ന് അവൾ ഓർത്തില്ല. ഏട്ടനും അമ്മമ്മയ്ക്കും ഇടയ്ക്ക് ഓരോ പുഷ്പാഞ്ജലികൾ പതിവുള്ളതാ. ഇതിപ്പോ ആ സ്ഥാനത്തേക്ക് വൈശാഖി കയറി വന്നതിന് എന്ത് സമാധാനം പറയുമെന്നോർത്ത് അവൾ കുഴങ്ങി. അങ്ങേരാണെങ്കിൽ തുളച്ചു കയറുന്ന നോട്ടവുമായി ഗ്രില്ലിനപ്പുറത്തെ കസേരയിൽ കുത്തിയിരിക്കുകയാണ്. ഞാൻ അവൾ നിന്ന് വിയർത്തു. നീ? ആര്യകത്തെ വൈശാഖിയുടെ ഒളിച്ചോട്ടത്തിന് പിന്നിൽ ആരാണെന്നുള്ള രഹസ്യം ഇപ്പോ വീണ് കിട്ടുമെന്ന ആർത്തിയോടെ പുള്ളിക്കാരൻ മുഖം ഒന്നുകൂടി ഗ്രില്ലിനടുത്തേക്ക് അടുപ്പിച്ചു. ആരുടെ കൂടെ പോയതാന്നേലും അവൾക്ക് ആപത്തൊന്നും ഉണ്ടാകണ്ടെന്ന് കരുതി നേർന്നതാ ഞാൻ. കഷ്ടിച്ച് രക്ഷപ്പെട്ട ആശ്വാസത്തോടെ അവൾ നിന്ന് നെഞ്ചു തടവുമ്പോ നിരാശയോടെ കൃഷ്ണേട്ടൻ വീണ്ടും പേനയെടുത്തു. ചെന്നോളൂ, ദീപാരാധന തുടങ്ങാറായി. രസീത് വാങ്ങി കാശും കൊടുത്തിട്ട് അമ്പലത്തിനകത്തേക്ക് കയറി ചെല്ലുമ്പോ ദീപാരാധനക്കായി നടടച്ചിരുന്നു. രസീതുകൾ നടക്കൽ വെച്ചിട്ട് അവൾ കൈകൂപ്പി നിന്നു. പുളിക്കോട്ടെ കേശവന്മാരാര് ഇടക്കയിൽ താളമിട്ട് മഹാദേവ കീർത്തനങ്ങൾ പാടാൻ തുടങ്ങിയിരിക്കുന്നു. ചുറ്റമ്പലത്തിനകത്ത് പ്രഭചൊരിഞ്ഞു നിൽക്കുന്ന തൂക്കുവിളക്കുകളിലെയും നിലവിളക്കുകളിലെയും നാളങ്ങൾ കുന്നിനെ ചുറ്റിവരുന്ന കാറ്റിൽ ആടി ഉലയുന്നു. ആ കാറ്റിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന നെയ്ത്തിരികളുടെയും കളപത്തിന്റെയും ഗന്ധം. മഹാദേവ കീർത്തനത്തിന്റെ പാരമ്യതയിൽ ഓട്ടുമണികളുടെ മുഴക്കത്തോടെ നട തുറന്നു. കൂവളമാലകളാൽ അലങ്കരിച്ച ശിവലിംഗത്തിന് ചുറ്റുമൊഴിയുന്ന ആരതിയിൽ കണ്ണു നട്ട് നിൽക്കെ ഏട്ടനെയും വൈശാഖിയെയും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കാൻ മഹാദേവനോട് മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ശ്രീഗൗരി. ദീപാരാധന തൊഴുതിറങ്ങുമ്പോൾ ഇരുട്ട് വീണിരുന്നു. വിജനമായ വഴിയിലൂടെ കാലുകൾ വലിച്ചു വെച്ച് നടക്കുമ്പോൾ നീലിമ കൂടെ ഇല്ലാത്തതിന്റെ ഭയം അവളെ അലട്ടി. അവൾക്ക് പുറത്താകാൻ കണ്ട ഒരു ദിവസം. പിറുവിറുത്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ഒരു ഓട്ടോറിക്ഷ തൊട്ടടുത്ത് വന്ന് ബ്രേക്കിട്ടത്. അമ്മേ! പിന്നിലേക്ക് ചാടി മാറുന്നതിനിടയിൽ അവൾ അറിയാതെ നിലവിളിച്ചുപോയി. ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ സീറ്റിന് വലതുവശത്തായുള്ള കമ്പിയിൽ കൈകുത്തി ദേവൻ തല പുറത്തേക്കിട്ട് ചിരിച്ചു. ഓ, പേടിച്ചുപോയി. അവൾ സാരി തലപ്പുകൊണ്ട് മുഖത്തെ വിയർപ്പൊപ്പി. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ചിരിക്കുന്ന കണ്ണുകളിലേക്ക് കുറുമ്പോടെ നോക്കി നിന്നു അവൾ. കയറ്. അവൻ പറഞ്ഞതും മടിച്ചു നിൽക്കാതെ അവൾ ഓട്ടോറിക്ഷയിലേക്ക് ചാടിക്കയറി. ഇന്ന് ആർക്കു വേണ്ടിയായിരുന്നു നേർച്ച? ആക്സിലേറ്റർ തിരിച്ച് വണ്ടി മുന്നോട്ടെടുക്കുന്നതിനിടയിൽ അവന്റെ ചോദ്യം വന്നു. അവൾ മുന്നിലേക്കൽപ്പം കയറിയിരുന്നു. അനന്തേട്ടനും വൈശാഖിക്കും വേണ്ടി. കാലത്താ വിഷ്ണു കിടന്ന് അലറുന്നത് കേട്ടപ്പോ തന്നെ ഞാൻ ഓർത്തു, കുന്നുമേൽ ദേവർക്കോ കൊറ്റമ്പുറത്തോ ഇന്നൊരു വഴിപാടെത്തുന്നത്. കളിയാക്കണ്ടോ. അതിന് മറുപടിയായി അവൻ ഓട്ടോറിക്ഷയുടെ കണ്ണാടിയിൽ കൂടി നോക്കി അവളെ നോക്കി കണ്ണുകൾ ചിമ്മിക്കാട്ടി. നീലുവിന് ഇപ്പൊ വന്നേക്കുന്ന ആലോചന നടക്കാൻ സാധ്യതയുണ്ടല്ലോ ദേവേട്ട. പനന്തോട്ടത്തുള്ള ചെക്കനാ ശ്രീജൻ. അവന്റെ അച്ഛൻ പത്മനാഭൻ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു. നീല് പറഞ്ഞു. ആള് പട്ടാളത്തിലാണല്ലേ? അതെ, ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി 23ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറിയതാ. ഇനി ഒരു 4 വർഷം കൂടി കഴിഞ്ഞാൽ ആള് തിരികെ പോരും. എക്സ് സർവീസ്മാൻ ആയതുകൊണ്ട് പിന്നെ നാട്ടിൽ ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും. എന്തേ ഒരാലോചന? ചോദ്യം കേട്ട് മുഖമുയർത്തിയ ഗൗരിയെ വരവേറ്റത് കണ്ണാടിയിൽ കൂടി നോക്കുന്ന ഒരു ജോഡി കണ്ണുകളാണ്. ജാസിക്കും കല്യാണം ആലോചിക്കുന്നുണ്ടെന്നേ. അവളും കൂടി പോയാ ഞാൻ ഒറ്റക്കാവും. എന്തിനാ ഒറ്റക്കാവുന്നേ? നല്ലൊരു ചെറുക്കനെ നമുക്കും കണ്ടുപിടിക്കാമല്ലോ. കുസൃതി ഒളിപ്പിച്ച കണ്ണുകളിൽ നോക്കി അവൾ മുഖം കനപ്പിച്ചു. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനൊപ്പം കല്ലാട്ട ദേവനന്ദന് ബ്രോക്കർ പണിയുണ്ടോ? നമ്മൾ എന്തോ എടുക്കും ഗൗരിക്കുട്ടിയെ? അങ്ങനെ ഇപ്പൊ വേണ്ടട്ടോ. അവൾ കലമ്പി.
ആ PSC കാര്യം എന്തായി? ഓ, അതിന് അഡ്വൈസ് മെമ്മോ ഒക്കെ വന്ന് ചെക്കിങ്ങും കഴിഞ്ഞ് നിയമന ഉത്തരവ് എന്ന് വരാനാ. അതൊക്കെ എളുപ്പത്തിൽ ശരിയാവും ദേവേട്ട, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. കണ്ണാടിയിലെ കണ്ണുകൾ അവളെ നോക്കി ചിരിച്ചപ്പോ അതിന്റെ അലകൾ അവളുടെ മുഖത്തും തൊട്ടു. വീടിന് മുന്നിൽ നിർത്തിയ ഓട്ടോയിൽ നിന്നും ഇറങ്ങുമ്പോഴേ ഗൗരി കണ്ടു വരാന്തയിൽ അമ്മമ്മയുടെ അടുത്തിരിക്കുന്ന വല്യച്ഛനെയും വല്യമ്മയും. ഈശ്വര, അവരെന്താ ഇവിടെ പതിവില്ലാതെ? ഇനി വൈശാഖിയുടെ അനന്തേട്ടനെ കാര്യമൊക്കെ അറിഞ്ഞാണോ? ഇങ്ങനെ പേടിക്കാതിരിക്കുക ഗൗരിക്കുട്ടിയെ. ഈ പേടി കാണുമ്പോൾ തന്നെ ആളുകൾക്ക് സംശയം തോന്നും. അവൾ ദൈന്യതയോടെ അവനെ നോക്കി. ധൈര്യമായിരിക്കെ, ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അവൻ അവളെ ആശ്വസിപ്പിച്ചു. അവൾ തലകുലുക്കി. ദേവനല്ലേ അത്? വാടോ. വരാന്തയിൽ നിന്നും ഗിരിജൻ വെളിച്ചം വിളിച്ചത് കേട്ട് ദേവനും അത്ഭുതമായി. ഇതെന്ത് പറ്റി? അല്ലെങ്കിൽ വഴി വെച്ച് കണ്ടൊന്ന് ഇരിക്കാൻ പോലും കൂട്ടാക്കാത്ത ആളാ. അവൻ പെറുപിറുത്തു. എന്തോ കുഴപ്പമുണ്ട്. ശ്രീഗൗരി നെഞ്ചിൽ കൈവച്ച് അവനെ നോക്കി. ഒന്ന് ചുമ്മാതിരിക്കു. അവളെ നോക്കി പേടിപ്പിച്ചിട്ട് അവൻ ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറി. പിന്നാലെ ഗൗരിയും. ഇവളെ എവിടുന്ന് കിട്ടി? പടികൾ കയറി ചെന്നപാടെ അങ്ങേര് ചോദിച്ചു. ഞാൻ ആ കുന്നുമ്മേല് വഴി വരികയായിരുന്നു. അപ്പോഴാ ഗൗരി അമ്പലത്തിൽ നിന്ന് മരുന്ന് കണ്ടത്. അകത്തേക്ക് കയറാതെ ദേവൻ അരമതലിൽ ചാരി നിന്നു. നന്നായി. ഇല്ലച്ചാ ഇവളെ കാത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വന്നേനെ. മോളിരിക്കെ. അന്നേവരെ കാണിക്കാത്ത സ്നേഹത്തോടെ വല്യമ്മ അരമതലിലേക്ക് പിടിച്ചിരുത്തിയപ്പോ ഗൗരി കണ്ണുകൾ മിഴിച്ച് അമ്മമ്മയെ നോക്കി. പുള്ളിക്കാരി അവിടെ ഇരുന്ന് ആരും കാണാതെ കണ്ണിറുക്കി കാട്ടുന്നു. എടോ ദേവാ, ശ്രീനിലയത്തിലെ സജീവനെ തനിക്കും അറിയാവുന്നതല്ലേ? നിങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചു വളർന്നവരല്ലേ? ഓവ്, അറിയാം. ഗൗരിയുടെ വെല്ലിച്ചന്റെ ചോദ്യത്തിന് പിന്നിലെ അർത്ഥം മനസ്സിലാവാതെ ദേവൻ നിന്നു. ഇന്ന് കാലത്ത് കല്യാണിയുടെ വീട്ടിൽ വെച്ച് ഇവളെ കണ്ടപ്പോ രാജേന്ദ്രനും വിജയക്കും ഒരു ആഗ്രഹം, മകനെ കൊണ്ട് ഇവളെ കെട്ടിച്ചാലോ എന്ന്. ഞെട്ടലോടെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയ ഗൗരി ദേവന്റെ മുഖം മങ്ങിയത് വ്യക്തമായി കണ്ടു. ആലോചിച്ചപ്പോ തരക്കേടില്ലെന്ന് ഞങ്ങൾക്കും തോന്നി. ഇവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലേലും ആസ്ഥാനത്ത് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ലൊരു ആലോചന വരുമ്പോ അത് നടത്തി കൊടുക്കേണ്ടത് അവളുടെ അച്ഛന്റെ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് എന്റെ കടമയല്ലേ? ഗൗരി ഒരു ആശ്രയത്തിനൊന്നോണം അമ്മമ്മയെ നോക്കി. കല്ലിന് കാറ്റ് പിടിക്കാത്തതുപോലെ പുള്ളിക്കാരി അവിടെ ഇരുന്ന് തലയാട്ടുന്നുണ്ട്. ആനന്ദന്റെ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ദേവനും ഇവരുടെ ഏട്ടന്റെ സ്ഥാനമാണല്ലോ. അതുകൊണ്ടാ തന്നോടും ചോദിച്ചത്. എന്താ തന്റെ അഭിപ്രായം? ഞാനെന്താ അഭിപ്രായം പറയാനാ വിളിച്ച? ഗൗരിയോടല്ലേ ചോദിക്കേണ്ടത്. അവളോടെന്ത് ചോദിക്കാൻ? ഞാനൊരു കാര്യം പറഞ്ഞാ പിന്നെ അവൾ അതിനപ്പുറം പറയില്ല, അല്ലേ ഗൗരി? വെല്ലിച്ചന്റെ സ്വരം അല്പം കടുത്തതും അവൾ അറിയാതെ തലയാട്ടിപ്പോയി. എന്ന് ഞാൻ ഇറങ്ങട്ടെ. മുണ്ടും മടക്കി കുത്തി തിരിഞ്ഞു നോക്കാതെ ദേവൻ പടിയിറങ്ങി. ഓട്ടോറിക്ഷ കല്ലാട്ടെ ഗേറ്റും കടന്ന് മുന്നോട്ട് പാഞ്ഞു പോകുന്നത് നോക്കി അവൾ വിഷമിച്ചു നിന്നു. മോള് തന്നെ ഈ കാര്യം അനന്തനോട് വിളിച്ചു പറയട്ടോ. വല്യമ്മ കവളിൽ പിടിച്ചു കൊഞ്ചിച്ചു. പറയുന്ന കൂട്ടത്തില് കല്യാണത്തിന് ഇഷ്ടമാണെന്ന് അങ്ങ് പറഞ്ഞേക്കണം. അത് ശരിയാവില്ല സരസ്വതിയെ. അമ്മമ്മയുടെ ഉറച്ച ശബ്ദം കേട്ട് വെല്ലിച്ചന്റെയും വല്യമ്മയുടെയും മുഖം മാറിയപ്പോ ഗൗരി ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. എങ്കിലും അമ്മമ്മ പറഞ്ഞത് കേൾക്കാൻ ദേവൻ നിന്നില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു അവൾക്ക്. അമ്മ എന്താ ഈ പറയുന്നേ? ഇതുപോലെ നല്ലൊരു ആലോചന ഇനി വേറെ ഏത് വരാനാ? വെല്ലിച്ചൻ ഉഷിച്ചിലൂടെ മുഖം ചുളിച്ചു. ഗിരിജൻ അവളുടെ വെല്ലിച്ചന സമ്മതിച്ചു. പക്ഷേ ഞാൻ അവളുടെ അമ്മയുടെ അമ്മയാ. തനിക്കുള്ളതുപോലെ തന്നെ അവകാശം എനിക്കും ഉണ്ട് അവളിൽ. ആ പയ്യനെ എനിക്കത്ര പിടുത്തമല്ലാന്ന് കൂട്ടിക്കോ. അമ്മേ, ഗൗരിക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. വല്യമ്മ അമ്മമ്മയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് പുള്ളിക്കാരിയെ ദഹിപ്പിക്കുന്നത് പോലൊരു നോട്ടമായിരുന്നു അമ്മമ്മയുടെ മറുപടി. അതോടെ വല്യമ്മയുടെ നാവിറങ്ങി. നേനകാ ചെറുക്കനെ കല്യാണം കഴിക്കണോടി? അല്പം മുന്നേ വെല്ലിച്ചൻ ചോദിച്ചതിനേക്കാൾ കടുപ്പത്തിലായിരുന്നു അമ്മമ്മയുടെ ചോദ്യം. അവൾ സന്തോഷത്തോടെ വേണ്ടെന്ന് തലയാട്ടി. ദാ ഇത്രേ ഉള്ളൂ അവളുടെ കാര്യം. അല്ലേ തന്നെ കല്യാണിയുടെ മകൾ പോയതിന്റെ വിഷമത്തിലല്ലേ എല്ലാവരും. അതിനിടയിൽ ഒരു കല്യാണ ആലോചന, അത് വേണ്ട. അതിനു വേണ്ടി ഗിരിജനും സരസ്വതിയും നിൽക്കണമെന്നില്ല. അമ്മമ്മയെ നോക്കി ദഹിപ്പിച്ചിട്ട് വെല്ലിച്ചൻ ഉടയും കഷത്തിൽ വെച്ച് പടികളിറങ്ങി. ആലോചിച്ചു വന്ന കാര്യം നടക്കാതെ പോയതിന്റെ ഇച്ഛാഭംഗത്തോടെ വല്യമ്മയും അങ്ങേരുടെ പിന്നാലെ ഇറങ്ങി. അവര് ഗേറ്റ് കടന്നതും ഗൗരി ഓടിച്ചെന്ന് അമ്മമ്മയെ കെട്ടിപ്പിടിച്ചു. ഓ അമ്മമ്മേ, ഉമ്മ. മതിയടി പുന്നാരിച്ചത്, ഇങ്ങനൊരു കുട്ടി. നെറ്റിയിൽ തല്ലിക്കൊണ്ട് അമ്മമ്മ അവളെ ചെറഞ്ഞു നോക്കി. സ്വന്തം ജീവിതത്തിന്റെ കാര്യത്തിലേലും ഉറച്ചൊരു തീരുമാനമെടുക്കാൻ നിനക്കിനി എന്നാ കഴിയ കുട്ടി? വയസ്സ് 10-24 ആയില്ലേ? ആരെന്ന് പറഞ്ഞാലും
അമ്മമ്മ കണ്ണുരുട്ടി. പുള്ളിക്കാരിയെ നോക്കി കണ്ണിറുക്കി കവളിൽ ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവൾ ഫോൺ എടുത്തു. ദേവൻ വീട്ടിലെത്തും മുന്നേ നടന്ന കാര്യങ്ങൾ നീലിമയെ വിളിച്ച് പറയുകയായിരുന്നു ലക്ഷ്യം. എന്താ സഖാവേ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ഓട്ടോറിക്ഷ കവലയിൽ ഒതുക്കിയിട്ടിട്ട് പാർട്ടി ഓഫീസിലേക്കുള്ള പടികൾ കയറുകയായിരുന്നു ദേവനന്ദൻ. ഓഫീസിന് താഴെയുള്ള കരുണേട്ടന്റെ ചായക്കടയിലെ സ്ഥിരം കുറ്റിയാണ് വാസുപിള്ള. മുൻവശത്തെ ബെഞ്ചിലിരുന്ന് കാലിച്ചായയും കുടിച്ചുകൊണ്ട് നാട്ടുകാരെ വീക്ഷിക്കലാണ് പുള്ളിയുടെ പ്രധാന വിനോദം. പകലന്തിയോളം നീളുന്ന ആ ഇരുപ്പിൽ 10-12 ചായയോളം കരുണേട്ടന് കടം. 1-ാം തീയതി ആകുമ്പോ മകൻ നൽകുന്ന പൈസയിൽ നിന്നും കടം വീട്ടാറുണ്ടെന്ന പുള്ളിയുടെ ഭാഷ്യം. നേരാണോ എന്ന് ചോദിച്ചാൽ കരുണേട്ടൻ ചിരിച്ചു കാട്ടും. ദേവൻ പടിയിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു. ഓ, ഒന്നുമില്ല വാസുപിള്ളേട്ട, ഒരു തലവേദന. ഇപ്പോഴത്തെ തലവേദനയൊക്കെ സൂക്ഷിക്കണം കേട്ടോ, എങ്ങോട്ട് നോക്കിയാലും ഡെങ്കിയാ. നരച്ച താടിയിൽ ചിക്കിക്കൊണ്ട് വാസുപിള്ള ചായ ഗ്ലാസ് എടുത്ത് മൊത്തി. മുകളിലേക്ക് കയറിയ ദേവന്റെ കാൽപാദങ്ങൾക്ക് കീഴെ കാലപ്പഴക്കം ചെന്ന മരത്തിന്റെ പടികൾ ഞെരങ്ങി. സഖാവ് സദാനന്ദൻ പാർട്ടി സെക്രട്ടറിയൊക്കെ തന്നെ, പക്ഷെ അങ്ങേരുടെ പ്രവൃത്തികൾ പലതും പാർട്ടിയുടെ നയത്തിനെതിരല്ലേ വിശ്വ? ശ്രീജിത്തിന്റെ ചോദ്യമാണ് ഓഫീസിലേക്ക് കയറി ചെന്ന ദേവനെ എതിരേറ്റത്. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ കസേരയിലിരുന്ന് വിശ്വൻ സിഗരറ്റിന്റെ പുകയൂതി വിടുന്നുണ്ടായിരുന്നു. എതിരെയുള്ള കസേരയിൽ കൈകൾ മേശപ്പുറത്ത് കുത്തി ശ്രീജിത്തും ഇരിക്കുന്നുണ്ട്. ആ ദേവ വാടാ. കത്തിത്തീരായ സിഗരറ്റ് ആഷ്ട്രയിൽ കുത്തിക്കെടുത്തിക്കൊണ്ട് വിശ്വൻ ക്ഷണിച്ചു. ശ്രീജിത്ത് തിരിഞ്ഞു നോക്കി. ആ നീ വന്നത് നന്നായി. ദേവൻ അവന്റെ അടുത്ത് കിടന്നിരുന്ന കസേരയിലേക്കിരുന്നു. എന്താടാ പ്രശ്നം? പ്രശ്നം നമ്മുടെ പാർട്ടി സെക്രട്ടറി തന്നെ. പറഞ്ഞും കൊണ്ട് ഒരു നെടുവീർപ്പോടെ വിശ്വൻ കസേരയിലേക്ക് ചാരി. നീ തന്നെ പറയ് ദേവ, വിശ്വൻ ഇപ്പോ അറിയപ്പെടുന്നൊരു നേതാവാ. അടുത്തു തന്നെ ജില്ലാ സെക്രട്ടറി ആവും. അത് കഴിഞ്ഞ് ഇലക്ഷന് നിൽക്കാനും സാധ്യതയുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം മുഖ്യനും ഇവനോടൊരു ചായവുണ്ട്. അതിന് നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ പോക്കത്ര ശരിയില്ല എന്നത് നിനക്കും അറിവുള്ളതല്ലേ. കാര്യം സദാനന്ദേട്ടൻ നമ്മുടെ നാട്ടുകാരനാ, പക്ഷെ പാർട്ടിക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വേറെ എന്താ ചെയ്യുക? നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയിച്ചിത്തെ? അടുത്ത പാർട്ടി മീറ്റിംഗില് ഞാൻ സഖാവ് സദാനന്ദനെതിരെ സംസാരിക്കണമെന്നാ ഇവൻ പറയുന്നത്. ശ്രീജിത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് വിശ്വൻ മുന്നോട്ട് ആഞ്ഞിരുന്നു. പിന്നെ വേണ്ടേ? ശ്രീജിത്ത് ശബ്ദമുയർത്തി. അച്ചടക്കമുള്ള പാർട്ടി സഖാവ് എന്ന ലേബലൊക്കെ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സഖാവാക്. ഇവൻ ഈ പറയുന്നതിലും കാര്യമുണ്ട് വിശ്വ. സദാനന്ദൻ സഖാവ് ശ്രീനിലയത്തിലെ രാജേന്ദ്രന്റെ പല കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്നത് നാട്ടിലെ പാട്ടാണ്. നാളൊരു പ്രശ്നമുണ്ടായാലേ നാട്ടുകാർ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് നമുക്ക്. ദേവൻ പറഞ്ഞതിനെ ശരിവെക്കും പോലെ അടുത്തൊരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് വിശ്വൻ മൂളി. അതോടെ ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചിട്ട് ശ്രീജിത്ത് ദേവന് നേരെ തിരിഞ്ഞു. അനന്തന്റെയും വൈശാഖിയുടെയും കാര്യം എന്തായി? ഓ, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്പലത്തിൽ വെച്ച് കെട്ടും കഴിഞ്ഞ് രണ്ടും അവിടെ അവൻ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആന്നോ, നന്നായി. പക്ഷെ അവള് പോയേക്കുന്നത് അവന്റെ കൂടെയാണെന്നറിഞ്ഞ ആ അരുണും വിഷ്ണുവും നമ്മുടെ ഗൗരിയെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതിനേക്കാൾ പ്രശ്നം അവിടെ അവളുടെ വീട്ടിലൊന്നിരിപ്പുണ്ട്. ശ്രീജിത്തും വിശ്വനും ഒരുപോലെ ദേവനെ നോക്കി. അവളുടെ ആ വെല്ലിച്ചനും വെല്ലുമ്മയും ശ്രീനിലയത്തിലെ സജീവന് വേണ്ടി പെണ്ണാലോചിക്കാൻ ആര്യകത്തേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് അത്ഭുതത്തോടെ കണ്ണുകൾ മിഴിച്ചപ്പോ വിശ്വൻ ഒരു ചിരിയോടെ പുകയൂതി വിട്ടു. അതല്ലേ മോനെ ദേവ നിന്റെ മുഖത്തൊരു വാട്ടം? എന്റെ മുഖത്തോ? ഉയർന്നു പൊങ്ങിയ സിഗരറ്റ് പുകയ്ക്കിടയിലൂടെ ദേവൻ വിശ്വനെ തുറച്ചു നോക്കി. എന്ത് വാട്ടം? എടാ ചെറുക്ക, നിന്റെ ഈ ചാട്ടം ഞങ്ങൾ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. എത്രയും വേഗം ഒരു താലി വാങ്ങി അവളുടെ കഴുത്തിൽ അങ്ങോട്ട് കെട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്. കല്ലാട്ടെ വിലാസിനി അമ്മ അവളെ പൂവും താലവും വെച്ച് സ്വീകരിച്ചോളും. ചിരി കടിച്ചൊതുക്കിയ വിശ്വന്റെ നോട്ടത്തിന് മുന്നിൽ ദേവൻ പതറിയപ്പോ ശ്രീജിത്ത് ഒന്നും പറയാതെ ഊറിച്ചിരിച്ചു. എടാ, നീലിവിന് അനന്തൻ സ്വന്തം പെങ്ങളെ പോലെയാ കാണുന്നത്. ആ അവന്റെ പെങ്ങളെ ഞാൻ എങ്ങനെ കാണുന്നത് ശരിയാണോ? ഇന്ന് അവളുടെ വല്യച്ഛനും അത് തന്നെയാ പറഞ്ഞത്. എന്തു പറഞ്ഞെന്ന്? വിശ്വൻ മുഖം ചൊളിച്ചപ്പോ ശ്രീജിത്ത് ആകാംക്ഷയോടെ മുന്നോട്ടഞ്ഞു. ഗൗരിയുടെ ഏട്ടന്റെ സ്ഥാനത്തല്ലേ താൻ നിൽക്കുന്നേ, അപ്പോ കല്യാണക്കാരൻ തന്നോടും പറയേണ്ടതല്ലേ എന്നാ അങ്ങേര് പറഞ്ഞത്. ഈടാ, അയാളുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ? കാര്യം കാണാൻ അങ്ങേര് ഇതുപോലെ പല നമ്പറുകൾ ഇറക്കും. ശ്രീജിത്ത് പറഞ്ഞു നിർത്തിയതും വിശ്വൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ദേവന്റെ മുന്നിൽ മേശപ്പുറത്തേക്ക് കയറിയിരുന്നു. ദേവ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തല പോയിക്കണ്ട. ആ PSC ലിസ്റ്റിൽ നിന്നും മെമ്മോ അയക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ശരിയാക്കാം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ധൈര്യമായിട്ട് ചെന്ന് പെണ്ണ് ഒതുക്കാലോ. അനന്തൻ ഇത് കേൾക്കുമ്പോൾ സന്തോഷമേ ഉണ്ടാകൂ. പക്ഷേ ആ ഗൗരി ആളൊരു പൊട്ടിയ. വല്യച്ഛനൊന്ന് അമർത്തി മൂളിയ അവൾ ഏത് കല്യാണത്തിനും സമ്മതിക്കും.
അവള് സമ്മതിച്ചടാ. ദൈന്യതയോടെയുള്ള ദേവന്റെ ഇരിപ്പ് കണ്ട് രണ്ടുപേർക്കും ചിരി പൊട്ടി. കല്ലാട്ടെ ദേവനന്ദൻ, പാർട്ടിയിലെ കരുത്ത് ദാണ്ടിരുന്നുരുകുന്നു. ശ്രീജിത്ത് കളിയാക്കിയപ്പോ ദേവൻ കാല് നീട്ടി അവനെ മെല്ലെ ഒന്ന് തൊഴിച്ചു. അതവള് പേടിച്ചിട്ട് സമ്മതിച്ചതാണെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും ചൂലുപോലെ നിന്ന് തല ഉലുക്കുന്ന കണ്ടപ്പോ ഒരു വിഷമം. അല്ലേടാ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പറയുന്ന പേരാ പ്രേമോന്ന്. ഉറക്കെ ചിരിച്ചുകൊണ്ട് ശ്രീജിത്ത് എഴുന്നേറ്റ് അവന്റെ തോളത്ത് തട്ടി. എന്തായാലും ഇപ്പോഴെങ്കിലും നീ തുറന്നു പറഞ്ഞല്ലോ. ഇനി വീട്ടിൽ ചെന്ന് ഈ കാക്കി പാന്റും ഷർട്ടും ഒക്കെ അങ്ങ് മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് അമ്മയോട് കാര്യം പറയും. സജീവന്റെ കല്യാണാലോചന നമുക്ക് അനന്തനെ കൊണ്ട് തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യിക്കാം. മേശപ്പുറത്തിരുന്ന തോരണങ്ങൾ മാലയാക്കി ശ്രീജിത്ത് ദേവന്റെ കഴുത്തിലേക്ക് ഇട്ടപ്പോ പുകമറയ്ക്ക് അപ്പുറം ഇരുന്ന് വിശ്വൻ ചിരിച്ചു. വീട്ടിലേക്ക് കയറ്റിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്നും ദേവൻ ഇറങ്ങുമ്പോൾ നീലിമ വരാന്തയിലെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വെളുത്ത ഒരു കൈലേസിൽ എന്തൊക്കെയോ തുന്നി പിടിപ്പിക്കുകയാണ് അവൾ. പടികൾ കയറി ചെന്ന അവൻ അവളുടെ മുഖത്തെ വല്ലാത്തൊരു ചിരി കണ്ട് വരാന്തയിൽ തന്നെ തറഞ്ഞു നിന്നു. എന്താടി ഒരു എരണം കെട്ട ചിരി? ഓ, സന്തോഷം കൊണ്ടേട്ടാ. അപ്പോഴും ആ മുഖത്തെ ചിരിക്കൊരു കുറവുമില്ല. എന്താണാവോ തമ്പുരാട്ടിക്ക് ഇത്ര സന്തോഷം? ശ്രീഗൗരിയുടെ വിവാഹം നിശ്ചയിച്ചു. ദേവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് അറിയാമായിരുന്നിട്ട് പോലും ആ വാക്കുകൾ അവനെ ഉലച്ചു കളഞ്ഞു. നേരിയ തളർച്ചയോടെ അവൻ അരമതലിലേക്കിരുന്നു. ഈശ്വര, കളി കാര്യമായോ? വേവലാതിയോടെ നീലിമ ചാടി എഴുന്നേറ്റു. എന്താ ഏട്ടാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്നിട്ട് എന്നാ വിവാഹം? തുന്നിക്കൊണ്ടിരുന്ന കൈലേസ് കസേരയിലേക്ക് ഇട്ടിട്ട് അവൾ അവന്റെ മുന്നിൽ വന്നു നിന്നു. ഏട്ടൻ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. എന്താടി? അവൻ മുഖമുയർത്തി. അവൾ ആ താടിയിൽ പിടിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഏട്ടന് ഗപ്പിയെ അത്രയ്ക്ക് ഇഷ്ടല്ലേ? എന്നാര് പറഞ്ഞു? ദേ ഈ കണ്ണുകള് കുത്തി പൊട്ടിക്കും ഞാനത് ഇനി നുണ പറഞ്ഞാല്. അവൾ വിരലുകൾ രണ്ടും അവന്റെ കണ്ണുകൾക്ക് നേരെ നീട്ടി. അവൻ ആ വിരലുകളിൽ പിടിച്ച് അവളെ അടുത്തേക്ക് ഇരുത്തി. അവൾ അങ്ങനെ വല്ലതും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്തോന്ന്? അവൾ കുസൃതിയോടെ കണ്ണുകൾ ചുരുക്കി. എന്നെ ഇഷ്ടമാണെന്നോ മറ്റോ? നേരിയൊരു ചമ്മലോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീട്ടിയൊന്ന് മൂളിയിട്ട് അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്തോന്നാടിയത്? നേരം കിട്ട നേരത്ത് ഉമ്മറത്തിരുന്ന് അട്ടഹസിക്കുന്നു. വരാന്തയിലേക്ക് വന്ന വിലാസിനിയമ്മ അവളെ ശാസിച്ചു. ഞാൻ പോയാ പിന്നെ വീടുറങ്ങിപ്പോകുന്ന അമ്മയുടെ പരാതി മാറ്റാനേ ഒരാൾ ഇങ്ങോട്ട് വരാൻ പോകുന്നു. അതിന്റെ സന്തോഷം ഒന്ന് പങ്കുവെച്ചതാ. അല്പം ഉറക്കെയായിപ്പോയി. ഐ എം ദി സോറി അളിയ. ഡി, ഈ പെണ്ണിന്റെ ഒരു നാക്ക്. അരമതലിൽ ദേവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് വിലാസിനിയമ്മ അവനെ നോക്കി. ഈ വളിത് എന്തോന്നാടാ ഈ പറയുന്നേ? നമ്മുടെ ചേട്ടച്ചാർക്കേ ആരികത്തെ ശ്രീഗൗരിയോട് ഒരു പ്രേമം. കൈകൾ വിടർത്തി ആംഗ്യം കാട്ടിക്കൊണ്ട് അവൾ അല്പം നീട്ടലോടെ പറഞ്ഞു. ഡി, അവൻ കൈയോങ്ങി. കിടന്ന് കാറല്ലേടി. വിലാസിനിയമ്മ അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചിരിച്ചു. ഉള്ളതാന്നോടാ? അവനൊരു ചിരിയോടെ അരമതലിൽ ഇരുന്നതേ ഉള്ളൂ. എന്നാലേ ഒരു സന്തോഷ വർത്താനം കൂടി പറയട്ടെ. നീലിമ അവന്റെ കവളുകളിൽ പിടിച്ചു വലിച്ചു. സജീവന്റെ കല്യാണാലോചന ശ്രീഗൗരിയുടെ അമ്മമ്മ തന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഏ, ആണോ? അയ്യടാ, എന്താ ചെക്കന്റെ വേളി? അമ്മേ, അമ്മയുടെ പൊന്നുവൻ കൈവിട്ടു പോയോട്ടോ. വിലാസിനിയമ്മ അവിടെ ഇരുന്ന് കുലുങ്ങി ചിരിച്ചപ്പോ ഇല്ലാത്ത ഗൗരവം മുഖത്തണിഞ്ഞും കൊണ്ട് ദേവൻ എഴുന്നേറ്റ് നീലിവിന്റെ ചെവിക്ക് പിടിച്ചു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. Sing